السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الدعاء هو العبادة. ദുആ ചെല്ലത് അത് ഇബാദത്തായിട്ടിക്കല്. ആ ദുആത്തെ മഹത്വം അങ്ങനെ പഠിച്ച അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ്റെ ആയുധമായിട്ടിക്കല് ദുആ. ആ പ്രാർത്ഥനയോട് കൂടെ അള്ളാഹുട്ടുള്ളതായ ദുആത്തോടു കൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഞങ്ങളെ പൂർവികരായ മഹാന്മാർ അള്ളാഹുരുടെ ദുആർന്നിട്ട് എന്തെല്ലാം അങ്ങനെ എടുത്തോണ്ടിരാറ്. കേവലം അത് നാളെ ദുനിയാവുടെ വിഷയത്ത് മാത്രമേ സീമിതാവത്തീര, ആഖിറത്തും കൂടി ഞങ്ങൾ ഇൻക്ലൂഡ് ആക്കണം. ഞങ്ങൾ സ്വയം നല്ലാവും, അതുപോലെ നാളെ ആഖിറ സലാമത്താകും, എല്ലാം ഞങ്ങൾ ദുആർന്നോട്ടിക്കണം. ചില ആൾമാർക്ക് ഒരു ഹിഞ്ചരിക്കെ എന്താ വെച്ചെങ്കിൽ നാൻ്റെ ദ്വാരക്കടെ നാ ദോഷിയല്ലേ, നാനാക്കിയ ദോഷ പർവ്വത സമാനുണ്ട്, പിന്നെ ഞങ്ങളുടെ ദുആക്ക് എപ്പോൾ ഉത്തരം കിട്ടേണ്ട. അങ്ങനെ ആരും വിചാരിക്കുക തീരാ ദോഷമെന്ന് വേറെ ദോഷമൊന്നും എന്നല്ല. പിന്നെ ഞങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടേക്ക് തടസ്സമാവില്ല. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചെല്ലലുണ്ട്, ഇലാഹി കൈഫ അദൂക വഅന ആസിൻ വകൈഫ ലാ അദൂക വഅൻത കരീം. പടച്ചവനെ, ഓ എൻ്റെ ഇലാഹെ, ഞാൻ എങ്ങനെ ദ്വാരക്കട്ട് നിന്നിട്ട്, ഞാനൊരു ദോഷിയല്ലേ. പക്ഷേ കൈഫ ലാ അദൂക, എങ്ങനെ ഞാൻ ദ്വാരക്കാണ്ടിരിക്കട്ട്, വഅൻത കരീം, നീ വളരെ മാന്യനല്ലേ. അള്ളാഹു വളരെ മാന്യനായിട്ട്. നിങ്ങൾ ചിലരുടെ നാളെ ഭാഷ ചെല്ലെങ്കിൽ വെറും മുലാജി പിടിച്ച ആളുണ്ട്. ചെല്ലെങ്കിൽ ആരെന്തെങ്കിലും കേട്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാണ്ടതേക്കല്ല, വെറും കയ്യിൽ കടത്തിയ സ്വഭാവം അള്ളാഹുവില്ല. മാന്യനായ വ്യക്തി, മാന്യനായ ഒരാളായിട്ട് എന്ത് കേട്ടെങ്കിൽ റബ്ബ് തന്നെ. ചിലപ്പോൾ ഞങ്ങൾ കേൾക്കണത് ആ കേട്ടത് അത് കാലിയാവല്ല, വെറും കയ്യിൽ നിൽക്കുന്ന അള്ളാഹുടെ ദർബാറിൻ്റെ പേരെ കടത്തില്ല. പിന്നെ ചിലപ്പോൾ അത് ഞങ്ങൾക്ക് ആഖിറത്ത് നീട്ടി വെക്കണം, ആഖിറ അല്ലെങ്കിൽ ദുനിയാവിൽ ഞങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെ ഞങ്ങൾ കേൾക്കുന്നത് അത് ഞങ്ങൾക്ക് ഹൈറായിട്ടേക്കല്ല, ഞങ്ങൾക്കത് ഷെറായിട്ടേക്കും. ഒരാൾ ചിലപ്പോൾ പഠിച്ചവനെ ഞങ്ങൾക്കൊരു വിസ കറക്റ്റായിട്ട് ഞാൻ ഗൾഫ് പോകേണ്ട ദ്വാരക്കും. പക്ഷേ അവനക്ക് ഗൾഫ് പോയി എത്രതയല്ല. എന്തുകൊണ്ടും അത് അയാൾക്ക് ഗൾഫ് ഹൈറല്ല ഷെറുണ്ട് അള്ളാഹുടെ തീരുമാനത്തുണ്ട്. അതുകൊണ്ട് അള്ളാഹു അതിനെ നീട്ടി വെക്കട. അപ്പോൾ ഇതൊരു ഉദാഹരണം. ഇങ്ങനെ ഒരുപാട് ഞങ്ങൾ ദ്വാർന്നതൊന്നും ഞങ്ങൾക്ക് കിട്ടാത്തത് ചിലപ്പോൾ അതിനാണ്ട് ഹൈറായതിൽ അള്ളാഹു ഞങ്ങൾക്ക് ആഖിറത്തിൽ തണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾക്ക് കൊന്തിക്കില്ല, അത് ഹൈറാ ഷെറുണ്ട്. അതുകൊണ്ടായിരിക്കും അള്ളാഹു ഞങ്ങൾക്ക് തരാത്തത്. ഏതായാലും ദ്വാർന്നെങ്കിൽ അത് വേസ്റ്റാവില്ല. അത് ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് മാത്രമല്ല, ആ ദ്വാ കൊണ്ട് എന്തെങ്കിലും റബ്ബുടെ ദർബാറിൽ ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെയില്ല. കാരണം അള്ളാഹു കരീമായിട്ടിരിക്കണം. യാചിച്ച് പണ്ട ആൾമാരെ വെറും കയ്യിൽ തിരിച്ചു കിടത്തുന്ന ആൾ അള്ളാഹു അല്ല. ദോഷിയായ മനുഷ്യ, പിന്നെ ഞാനൊരു ദോഷി, അങ്ങനെ പിന്നെ ദ്വാരക്കട്ട് എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടില്ലല്ലേ എന്ന് ആരും നിരാശയാവണ്ട. ദോഷം ചെയ്യൽ എന്തല്ല, ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുമോ അത് കാരണമല്ല. അങ്ങനെ ദോഷം ചെയ്യുന്ന ആൾക്ക് ഉത്തരം കിട്ടില്ലെങ്കിൽ ഇബ്ലീസ് ഉത്തരം കിട്ടുമോ തീരാണ്. ഇബ്ലീസും അള്ളാഹുടെ ദ്വാർന്നതല്ലേ. ലാസ്റ്റ് ഇബ്ലീസെ പറത്തിട്ടപ്പോൾ ഇബ്ലീസ് ദ്വാർന്ന് ഖുർആനിൽ നമുക്ക് കണ്ട്, റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ. പഠിച്ചവനെ, ഏതായാലും നല്ല നീന് പാർത്തിട്ടല്ലേ, എങ്കിൽ നമുക്ക് നല്ല റബ്ബെ ഖിയാമത്ത് നാളത്തോട് ജീവിക്കുള്ളതായ അവകാശം തരണു ചെന്നിട്ട് ദ്വാർന്ന. അപ്പോൾ അള്ളാഹുടെ ഭാഗത്ത് ഉത്തരം കിട്ടി, ഇന്നക്ക മിനൽ മുൻദരീൻ. നിൻ്റെ പിന്നെ ആ ബേടിക്ക് ഞങ്ങൾ സ്വീകരിച്ചിട്ട് നിനക്ക് ഖിയാമത്ത് നാളത്തോളം ജീവിക്കുള്ളതായ പെർമിഷൻ ഞങ്ങൾ ഗ്രാൻറ്റ് ആക്കില്ല, അഥവാ പിന്നെ നിൻ്റെ ദുആക്ക് ഉത്തരം നൽകിയിട്ട് അള്ളാഹുടെ ഭാഗത്തുള്ളതായ ഉത്തരം കിട്ടിയത്. അപ്പോൾ ഇബ്ലീസിക്ക് പോലും അവൻ്റെ ദുആക്ക് അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ടാകുമോ? സുഫിയാൻ സൗരിയും റളിയല്ലാഹു അൻഹു ചൊല്ലി, പിന്നെ ദോഷിയായ ഞങ്ങൾക്ക് അള്ളാഹു ഉത്തരം തരേണ്ടിരിക്കുവാണ്. നല്ല മനസ്സോടു കൂടെ, സ്വച്ഛ മനസ്സോടു കൂടെ, അള്ളാഹു തറു ചൊല്ല നിരീക്ഷയോടു കൂടെ ഞങ്ങൾ ദ്വാർന്നിട്ടെങ്കിൽ നാല് ദുആത്തെ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയല്ല. അതേ സന്ദർഭത്തിൽ പിന്നെ ദുആക്ക് ഉത്തരം കിട്ടാത്ത ആൾമാർ ഉള്ളാറ്, അതായിട്ട് ഹറാമിടത്തിൻ്റെ ആൾമാർ,
ഹറാമു ഹലാൽ ചെല്ലി വിവേചനല്ലാണ്ട് ജീവിക്കുന്ന ആൾമാർക്ക് പലപ്പോഴും ദുആക്ക് ഉത്തരം കിട്ടില്ല. അത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് ചെന്ന് പിന്നെ ചില ആൾമാർ യാ റബ്ബ് ചെല്ലാറ്, യാ റബ്ബി ഓനെൻ്റെ റബ്ബെ ഓനെൻ്റെ റബ്ബിന് ദ്വാരക്കിടാറ്, ജാവും പോകുന്ന ദ്വാരക്കിടാറ്. അന്നാ യുസ്തജാബു ലഹു, അവനക്ക് എങ്ങനെ ഉത്തരം കിട്ടേ? കാരണം എന്തേ? മഷ്റബുഹു മത്അമുഹു ഹറാമുൻ ഓ മഷ്റബുഹു ഹറാമുൻ, അവൻ തിന്നതും കുടിക്കുന്നതെല്ലാം ഹറാമല്ലേ, ഹറാമ് തിന്ന അവനക്ക് എങ്ങനെ ഉത്തരം കിട്ടുമുണ്ട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് കേട്ടു. അപ്പോൾ അത്തരത്തിലുള്ള ആൾമാർക്ക് ഉത്തരം കിട്ടല്ല. അല്ലാണ്ട് ഇങ്ങനെ സാധാരണ ചെയ്ത ആ ദോഷമൊന്നും നല്ല ദുവത്ത് ഉത്തരം കിട്ടുമോ തടസ്സാവില്ലാണ്ട് നമുക്ക് മഹാന്മാർ പരിപാടി തന്നിടാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുവത്ത് റബ്ബു ഉത്തരം നൽകിയിട്ട് നമുക്ക് എല്ലാ ദുനിയാവുടെയും ആഖിറത്തും ഖൈറാത്തുക അള്ളാഹു നമുക്ക് ചൊരിച്ചു തരുമാറാകട്ടെ. സർവ്വ തൊട്ട് അള്ളാഹു നാളെ കാത്തുരക്ഷിക്കട്ടെ. നാളെ എല്ലാ വിഷമങ്ങളും ബേജാറുകളും ടെൻഷനുകളും അള്ളാഹു ദൂരത്താക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.